നടിയെ പീഡിപ്പിച്ച കേസിൽ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടും പുറത്തുവരാതിരുന്ന സിദ്ദിഖ് അതിനിടെ തന്റെ 62ാം പിറന്നാൾ ആഘോഷിച്ചു. ഒക്ടോബർ 1-നായിരുന്നു സിദ്ദിഖിന്റെ 62ാം പിറന്നാൾ. സെപ്റ്റംബർ 30-നാണ് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത്. എന്നാൽ ജാമ്യം കിട്ടിയിട്ടും സിദ്ദിഖ് ഒളിവിൽ തന്നെ തുടരുകയായിരുന്നു. ഒക്ടോബർ 1-ന് ആഘോഷങ്ങൾക്ക് ശേഷമാണ് സിദ്ദിഖ് കൊച്ചിയിലെത്തി അഭിഭാഷകനെ കാണുന്നത്. ഈ സമയം ഇദ്ദേഹം എവിടെയാണെന്നുള്ള തിരച്ചിലിലായിരുന്നു മാധ്യമങ്ങൾ. അതിനിടെയായിരുന്നു സിദ്ദിഖ് മകനോടൊപ്പം പിറന്നാൾ ആഘോഷിച്ചത്. അതിന്റെ ചിത്രങ്ങളാണ് ഹാപ്പി ബർത്ത്ഡേ വാപ്പച്ചി എന്ന കുറിപ്പുകളോടെ മകൻ ഷഹീൻ സിദ്ദിഖ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആരുമറിയാതെ കുടുംബത്തോടൊപ്പം പിറന്നാൾ ആഘോഷിക്കുമ്പോഴും പതിവ് തെറ്റിക്കാതെ ഇത്തവണയും സിദ്ദിഖിന് പിറന്നാൾ സമ്മാനവുമായി ദിലീപ് കുടുംബസമേതം എത്തിയെന്നാണ് വിവരം. ഇതോടെ സിദ്ദിഖിന് ബുദ്ധിയോതുന്നത് ദിലീപാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന് വേണ്ടി വാദിക്കുന്ന പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാമൻപിള്ള തന്നെയാണ് സിദ്ദിഖിന്റെ കേസും വാദിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിലെത്തിയ സിദ്ദിഖ് അഡ്വക്കേറ്റ് രാമൻപിള്ളയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മാധ്യമപ്രവർത്തകർക്ക് നിരവധി ചോദ്യങ്ങൾ താരത്തിന് നേരെ ഉയർത്തിയെങ്കിലും ഒന്നിനും പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ചോദ്യം ചെയ്യലിനായി താരം പോലീസിന് മുന്നിൽ ഹാജരാകുമെന്നും അദ്ദേഹത്തിന്റെ വക്കീൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സിദ്ദിഖ് സ്വമേധയാ ഹാജരായാൽ പോലും ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കേണ്ടതില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലവിലെ തീരുമാനം. 2 ആഴ്ചത്തെ സാവകാശമാണ് സിദ്ദിഖിന് സുപ്രീം കോടതിയിൽ നിന്നും ലഭിച്ചത്. ഈ കാലയളവിനുള്ളിൽ സുപ്രീം കോടതി അടുത്ത നടപടിയിലേക്ക് കടക്കുകയാണെങ്കിൽ അത് അന്വേഷണത്തെ വിപരീതമായി ബാധിക്കും. സിദ്ദിഖിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിന്റെയും അറസ്റ്റിന്റെയും ആവശ്യകത സുപ്രീം കോടതിയെ അറിയിക്കാനും അന്വേഷണ സംഘം ആലോചന നടത്തുന്നുണ്ട്. അതേസമയം തന്നെ ഇന്നോ നാളെയോ ആയി സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചുവെന്നാണ് സിദ്ദിഖിനെതിരെയുള്ള പരാതി. ബലാത്സംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകളിൽ മ്യൂസിയം പോലീസാണ് കേസെടുത്തിരിക്കുന്നത്.